ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ P ജയരാജൻ. കണ്ണൂരിൽ തന്റെ പഴയ എതിരാളിയായ P ശശിയെ ലക്ഷ്യം വെച്ചാണ് P ജയരാജന്റെ നീക്കങ്ങൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോഴാണ് P ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്തും അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് വളരെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു വാർത്തയുടെ പിന്നിൽ, അതല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്, കണ്ണൂരാണ് CPM-ന്റെ ശക്തി കേന്ദ്രം. അവിടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാനാണ് പല നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത്. അത് പിണറായി വിജയനായാലും, മുൻപ് കോടിയേരി ബാലകൃഷ്ണനായാലും, അതിനു മുമ്പ് രാഘവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തലമുറ മാറ്റമുണ്ടാകുമ്പോഴും കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കുവാനാണ് എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് നിലവിൽ P ശശിയും അത്തരത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. അതിന് തടയിടുകയാണ് നിലവിൽ P ജയരാജൻ P അൻവറിനെ ഇറക്കി അത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, PV അൻവർ പ്രധാനമായി ലക്ഷ്യം വെച്ചത് ആഭ്യന്തര വകുപ്പിനെയാണ്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായ നിലവിൽ കൈയാളുന്നത് P ശശിയാണ്. അത്തരത്തിൽ P ശശിയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് P ജയരാജൻ മുന്നോട്ട് പോകുന്നത്. കാരണം വരുന്ന ഈ പാർട്ടി സമ്മേളനങ്ങളാണ് അടുത്തു വരുന്നത്. ആ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗത്വവും അതോടൊപ്പം തന്നെ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലെ സീറ്റുമാണ് പ്രധാനമായി P ശശി ലക്ഷ്യമിടുന്നത്. ഇതിന് തടയിടുവാൻ വേണ്ടിയാണ് P ജയരാജൻ തന്റെ പഴയ രാഷ്ട്രീയ കളരിയിലെ കണ്ണൂരിലെ പഴയ ശത്രുവായ P ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ആയുധങ്ങൾ അതോടൊപ്പം തന്നെ വിവരങ്ങളും P അൻവറിന് കൈമാറിയതായാണ് എന്തായാലും കണ്ണൂരിൽ നിന്നും വരുന്ന വിവരങ്ങൾ. അത് മുൻപ് തന്നെ അറിയാവുന്നതാണ്. P ശശിയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉയർന്നിരുന്നു. അന്നെല്ലാം ഇതിന്റെ പിന്നിൽ P ജയരാജനായിരുന്നു എന്നൊരു ആരോപണം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായി അന്ന് തന്നെ P ശശി പല പാർട്ടി വേദികളിലും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇത്തരം വീണ്ടും കരുത്തനായി പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശിയെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും പിന്നീട് കണ്ണൂരിൽ വീണ്ടും തന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. മുൻപ് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയായിരുന്ന P ശശി നിലവിൽ വലിയ ആരോപണങ്ങളിൽ ആടി ഉലയുകയാണ്. ശരി ശ്രീജിത്തിലേക്ക് വരാം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു കോഴിക്കോട് നിന്ന്, മലബാർ മേഖല ചീഫ്. അരുൺ, വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ റിപ്പോർട്ടാണല്ലോ കണ്ണൂരിൽ നിന്ന് വരുന്നത്. CPM-നുള്ളിൽ അടുത്ത പോർമുഖം തുറക്കുകയാണോ P ജയരാജൻ? അതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ ലക്ഷ്യമിട്ട. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ഈ P ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഓരോ തട്ടിലും നമുക്ക് കഴിഞ്ഞ നാളുകളിലെ സംഭവ വികാസങ്ങൾ ഓരോന്നായി എടുത്തു പരിശോധിക്കുമ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കൃത്യമായി തന്നെ പാർട്ടിക്ക് ഉള്ളിൽ നിന്നും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, സംസ്ഥാന സർക്കാരിനെ CPM-നെ ഒന്നാകെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ിലേക്ക് നീക്കിക്കൊണ്ടുള്ള പുതിയ ആരോപണത്തിന് പിന്നിലും ഈ P ജയരാജൻ കൃത്യമായി ഉണ്ട്. അല്ലെങ്കിൽ PV അൻവറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികനായി മുന്നോട്ട് വന്നിരുന്ന ഈ PV അൻവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന് ആദ്യം മുതൽ തന്നെ കൃത്യമായി അറിയായിരുന്നു. അത് കൃത്യമായി എങ്ങനെ എവിടെ കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള കൃത്യമായ ആരോപണങ്ങൾ അത് സംസ്ഥാന രാഷ്ട്രീയം വലിയ കലുഷിതമാകുന്ന ഒരവസ്ഥയിലേക്ക് CPM-നെ വലിയ പ്രതിരോധത്തിലേക്കാക്കുന്ന രീതിയിലേക്കുള്ള വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് P ശശിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള ആരോപണമെന്ന് അടിവരയിട്ട് പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു. അത് കൃത്യമായി തന്നെ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നു, CPM-നെ പ്രതിരോധത്തിലാക്കുന്നു. പക്ഷേ സംരക്ഷണ കവചമൊഴുക്കി ഇപ്പോഴും മുഖ്യമന്ത്രി തുടരുമ്പോഴും മുഖ്യമന്ത്രിക്കും വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ വിവാദം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷമുള്ള CPM സംസ്ഥാന സമിതിയിൽ ഈ കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ P ജയരാജൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരം ഒരു തീരുമാനം മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകും, അത് തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്ന് അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഒരു യുദ്ധം ഈ രണ്ടു നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിനുശേഷമുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഓരോ നീക്കങ്ങളും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനുണ്ടാകുന്ന ഓരോ വീഴ്ചകളും കൃത്യമായി തന്നെ ചർച്ചയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോർമുഖം തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്
ഏറ്റവും വലിയ വിഭാഗത്തിലേക്ക് ADGP ഉൾപ്പെടെയുള്ള ആളുകളെ അതിലേക്ക് വലിച്ചഴച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ വിഭാഗത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിലും കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും മാറ്റത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം EP ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന നടപടി, പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ഒരു പുതിയ സാഹചര്യത്തിൽ EP ജയരാജനെതിരെ നടപടിയെടുത്തതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഏറെ ശ്രദ്ധയോടെ തന്നെ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്തരം ഒരു വലിയ രാഷ്ട്രീയ നീക്കം കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരായി നടക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഏകാധിപത്യ നടപടിയിൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട്. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആ ഒരു അതൃപ്തിയെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ പുതുതായി നടന്നു വരുന്നത്. പ്രദീപ്, ഇത്രയും ഗൗരവമായ വാർത്ത ആയതുകൊണ്ട് അരുണിനെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് ഈ ലൈവിന് വരണമെന്ന് പറഞ്ഞതാണ്. അതിന്റെ ഒരു ദേഷ്യം അരുണുണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞില്ല. നമസ്തേ അരുൺ കൊടുങ്ങൂർ. ഗുഡ് മോർണിംഗ്. അരുണിലേക്ക് വരാം. ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് ഒന്ന് പോയി വരാം. ശ്രീജിത്ത്, വളരെയധികം മാനങ്ങളുള്ള, വളരെയധികം മുഖങ്ങളുള്ള, വളരെയധികം ഡയമെൻഷൻസ് ഉള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ശ്രീജിത്ത് പുറത്തുവിടുന്നത്. ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് അരുണും ചൂണ്ടിക്കാട്ടിയത്. ആദ്യത്തേത് EP ജയരാജനെതിരായ പരാതി, EP ജയരാജന്റെ റിസോർട്ട് ബന്ധം, ആ റിസോർട്ട് ബന്ധം, അതിനെ തുടർന്നുണ്ടായ BJP നേതാക്കളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം ആ പരാതി ചർച്ച ചെയ്തിരുന്നു സമിതിയിൽ. EP ജയരാജൻ അന്ന് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് വീണ്ടും ഈ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യവുമായി P ജയരാജൻ വീണ്ടും സംസ്ഥാന സമിതിയിൽ എത്തുന്നു. തീർന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് EP ജയരാജന്റെ സ്ഥാനമൊഴിയലോ പുറത്താക്കലോ എന്താണെന്ന് വെച്ചാൽ CPM-ൽ രാജി ഇല്ല എന്നാണ് വൈപ്പ്. ഞാൻ രാജിവെച്ചാലും ആ രാജി സ്വീകരിക്കില്ല, എന്നെ പുറത്താക്കും. അത് CPM-ന്റെ ഒരു രീതിയാണ്. രണ്ട്, ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമെന്ന് നമുക്ക് തോന്നാവുന്ന, എന്നാൽ വളരെ കാലമായി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തൊടുക്കുന്ന അടുത്ത അസ്ത്രം ആണ് P ശശിക്ക് നേരെ. അതും തടുക്കാനാവാത്ത വിധം മറ്റൊരു വിശ്വസ്തനെ കൊണ്ട്, PV അൻവർ എന്നുള്ള വിശ്വസ്തനെ കൊണ്ട് മറ്റൊരു അസ്ത്രം എയ്യുന്നു, മറ്റൊരു പോർമുഖം തുറക്കുന്നു. വളരെ ആസൂത്രിതമായിട്ടാണല്ലോ P ജയരാജന്റെ നീക്കങ്ങൾ. കാര്യം, ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് മാത്രമല്ല കണ്ണൂരിലെ യാഥാർത്ഥ്യം അറിയാവുന്നവർക്ക് മനസ്സിലാകാവുന്നത്, ശ്രീ പിണറായി വിജയൻ ഉള്ളതിനേക്കാൾ ജനസമ്മതി പാർട്ടിയിൽ, ഉറച്ച പാർട്ടി അണികളിലും പാർട്ടി വിശ്വാസികളിലും പാർട്ടി സഹയാത്രികരിലും P ജയരാജനുണ്ട്. അതിന് കാരണം ഒന്നേ ഉള്ളൂ. വ്യക്തിപരമായ ഒരു താരതമ്യത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷെ അതിനൊരു കാരണം എന്ന് പറയുന്നത് P ജയരാജനും അടിയുറച്ച പാർട്ടിക്കാരനാണ്. P ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ആളാണ്. P ജയരാജൻ എന്നും ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി അണികൾക്കൊപ്പം നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. അതാണ് P ജയരാജനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകളും വീഡിയോയും ഒക്കെ ഇറങ്ങാൻ ഇടയാക്കിയത്. പോരാട്ടത്തിന് നിറയെ പേരും അദ്ദേഹത്തിന് പിന്നിൽ. അതെ, പോരാട്ടത്തിന് നിറയെ പേരും. ആ പോരാട്ടത്തിന് അണിനിരന്നവരെയും P ജയരാജനെ അടക്കം പാർട്ടി ശാസിക്കുന്നു. വ്യക്തിപൂജ പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ച് നാട് നീളെ ഫ്ലക്സും പോസ്റ്ററും വരുന്നു. സർക്കാരിൻ്റെ പേര് ഇടതുമുന്നണി സർക്കാർ എന്നല്ലാതാകുന്നു. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആയി മാറുന്നു. അപ്പോഴും വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞ് P ജയരാജനെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നു. തീർന്നില്ല. കോൺഗ്രസ് വിട്ട് അവിടേക്ക് ചെന്ന ശോഭന ജോർജ് വഹിച്ചിരുന്ന തസ്തിക, ശോഭന ജോർജിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആ തസ്തികയിൽ കൊണ്ട് P ജയരാജനെ ഇരുത്തുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒതുക്കി എന്ന വിശകലനം വന്നു. ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകരയിൽ കൊണ്ട് നിർത്തുന്നു, നന്നായി തോൽപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഒരുപക്ഷെ പൊതുജനവും രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയത് P ജയരാജന്റെ രാഷ്ട്രീയ ഭാവി, പ്രത്യേകിച്ചും CPM-ലുള്ള ഭാവി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇത് P ജയരാജൻ കരുത്തനായി തിരിച്ചടിക്കുന്നു എന്നുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ വളരെ വിശദമായ ചർച്ചയുണ്ട്, പാർട്ടി അണികളിൽ പാർട്ടി കുടുംബങ്ങളിൽ ചർച്ചയുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പല സമീപനങ്ങൾ, അദ്ദേഹത്തിന്റെ ശൈലിയിൽ കൃത്യമായ അമർഷം പാർട്ടിക്കുള്ളിലുണ്ട്. ആരോപണങ്ങൾ എത്രയധികമാണ് ഉയരുന്നത്. ഒന്നാം പിണറായി സർക്കാർ എന്ന് അവർ വിളിക്കുന്ന ആദ്യ LDF സർക്കാർ കാലം മുതൽ തന്നെ എത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് മന്ത്രിസഭ മാറുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു. അതിനുശേഷവും
അദ്ദേഹം ശൈലി മാറ്റുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ CPM-ൽ ആളില്ല എന്നുള്ളതായിരുന്നു സത്യം. അത് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പലവട്ടം പറഞ്ഞതാണ്. ആരും അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ പാർട്ടി വേദികൾ, പാർട്ടി സമിതികൾ, സംസ്ഥാന സമിതിയിലടക്കം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ രീതി തെറ്റാണ്, മുഖ്യമന്ത്രിയുടെ ശൈലി തെറ്റാണ്, ഇത് പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യും എന്നുള്ളത് ആരും പറയാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള പുറപ്പാടിലാണോ പി ജയരാജൻ? ശ്രീജിത്ത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം PV അൻവർ ആരോപണം ഉന്നയിക്കുന്നത് പിണറായി വിജയന് എതിരെയല്ല. അൻവർ ആരോപണം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് പിതാവിന് തുല്യമാണ് ഞാൻ പിണറായി വിജയനെ കാണുന്നത്, ആ സ്നേഹത്തോടെയാണ് താൻ പിണറായി വിജയനെ കാണുന്നതെന്നാണ്. പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. അപ്പോഴാണ് ആ ചോദ്യം പോയി നിൽക്കുന്നത് ആർക്കെതിരെയാണ് ഈ പ്രധാനപ്പെട്ട ഈ ആരോപണം എത്തുന്നതെന്നാണ്. അപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ അധികാരവും നിലവിൽ കൈയാളുന്ന P ശശിയിലേക്കാണ്. P ശശി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി P ജയരാജനായിരുന്നു. പക്ഷെ ഇപ്പോൾ ജയരാജനെയും കാട്ടി ജൂനിയറായ P ശശിയാണ് നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ മുഴുവൻ അധികാരങ്ങളും കൈയാളുന്നത്. ഇതിനെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് നിലവിൽ P ജയരാജൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത് വരുന്നത് പാർട്ടി സമ്മേളനങ്ങളാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആകുക എന്നതാണ് P ശശിയുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് തലശ്ശേരി സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അത്തരത്തിൽ വീണ്ടും കണ്ണൂരിൽ കരുത്തനാകാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ P ശശി നടത്തിവരുന്നത്. പക്ഷെ ഇതിനെ പൂർണ്ണമായും തിരിച്ചടി നൽകുകയാണ് ജയരാജന്റെ ലക്ഷ്യം. P ജയരാജന്റെ ലക്ഷ്യം കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂരിൽ P ജയരാജൻ വളരാൻ ശ്രമിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും കണ്ണൂരിൽ കരുത്തനാകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് P ജയരാജനെതിരെ EP ആരോപണം ഉന്നയിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി നൽകുകയും ചെയ്തത്. അത് പ്രധാനപ്പെട്ട കാര്യം ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. വൈദേകം റിസോർട്ട് EP-യെ വളരെയധികം കുരുക്കിലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. EP-യുടെ പ്രധാനപ്പെട്ട ഇമേജിനെ തന്നെ, കണ്ണൂരിലെ സ്വാധീനത്തെ തന്നെ തകർക്കുവാൻ വേണ്ടി ഈ ആരോപണം EP മുതലാക്കുകയായിരുന്നു. കാരണം അത് അണികൾക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരുന്നു. കാരണം ഈ തൊഴിലാളി വർഗ പാർട്ടിയിലെ ഒരു നേതാവ് റിസോർട്ടിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്നു, അതിന്റെ ലാഭം കൊയ്യുന്നു. അത്തരത്തിലുള്ള ആരോപണം പൂർണ്ണമായി തന്നെ കണ്ണൂരിൽ EP-യെ തളർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു നിലവിൽ P ശശി നിലവിൽ കണ്ണൂരിലെ ശക്തി കേന്ദ്രമായി വളരാൻ ശ്രമിക്കുന്നത്. അതിനെ പൂർണ്ണമായി എതിർക്കുവാൻ വേണ്ടിയാണ് P ജയരാജന്റെ തയ്യാറെടുപ്പ്. കാരണം പിണറായി കഴിഞ്ഞാൽ ഈ P അൻവറിന് ഏറ്റവും അടുപ്പമുള്ളത്, കണ്ണൂരിലെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി ഇത്തരത്തിൽ ജയരാജനാണ്, P ജയരാജനാണ്. അതിനാൽ തന്നെയാണ് PV അൻവറിനെ ഇറക്കി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ആരോപണങ്ങളൊന്നും PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയല്ല പറയുന്നത്, P ശശിയുടെ പേരെടുത്തു പറഞ്ഞാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിലൂടെ തന്നെ വ്യക്തമാണ് ആരെയാണ് PV അൻവർ ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനമാണല്ലോ എല്ലായിടത്തു നിന്നും. മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ എത്രയധികം പേരാണ് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നതെന്നാണ്. ഒരിക്കൽ കൂടി അരുൺ കുറുങ്ങൂരിലേക്ക് കൂടി പോവാം. അരുൺ, ഇനി അറിയേണ്ടത് MV ഗോവിന്ദന്റെയൊക്കെ മറുപടി എന്തായിരിക്കും എന്നത് കൂടിയാണ്. പിണറായിക്ക് ശേഷം ആരാണ് എന്നുള്ള യുദ്ധം അവിടെ തുടരട്ടെ. സംസ്ഥാന സെക്രട്ടറി എന്ത് പറയും? തീർച്ചയായും രക്ഷാപ്രവർത്തനം അത് പൊതുജന മധ്യത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ പ്രദീപ് വിശദീകരിച്ച പോലെ തന്നെ ഈ കണ്ണൂരിൽ P ജയരാജനെ ഒഴിവാക്കി എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയെല്ലാം കരുതുന്ന ഒരു സ്ഥലത്തു നിന്നാണ് P ജയരാജൻ വീണ്ടും അതീവ അതിശക്തനായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, സംസ്ഥാനത്തെ പോലീസ് സേനയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം സുജിത് ദാസിന്റെ ആ ഒരു ഓഡിയോ എത്രമാത്രം പൊതുജന മധ്യത്തിൽ CPM-ന്, അതോടൊപ്പം തന്നെ പാർട്ടി സർക്കാരിന്, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു എന്നുള്ളൊരു സംവിധാനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വരും ദിവസങ്ങളിലും ഈ പോർമുഖം തുറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ PV അൻവർ നേരിട്ട് പാർട്ടി നേതൃത്വത്തെ കാണുന്നു, അതോടൊപ്പം തന്നെ കൃത്യമായ പരാതികൾ നൽകുന്നു എങ്കിൽ പോലും ആ വിഷയം
ഒരു വശത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൃത്യമായ രീതിയിലുള്ള പ്ലാനുമായി കൃത്യമായ രീതിയിലുള്ള പദ്ധതികളുമായി ഈ പി ജയരാജൻ മുന്നോട്ട് പോകുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. നമുക്കറിയാം കണ്ണൂരിലെ ശക്തരായ നേതാക്കളെ ഒതുക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ പി ശശിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. മുന്നണിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ശശിയുടെ പ്രവർത്തനത്തിൽ. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് വയനാട്ടിലെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആ പ്രളയ സമയത്ത് പോലീസിന്റെ ഇടപെടലിനടക്കം നിശിതമായി വിമർശിച്ചുകൊണ്ട് പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന അല്ലെങ്കിൽ പിണറായിയെ മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ പി ശശിക്കെതിരെ കൃത്യമായ ആരോപണങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ ഓരോന്നായി പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് നോക്കേണ്ടതുണ്ട്. PV അൻവർ മാത്രമല്ല KT ജലീലും സമാനമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുകൂടി. അങ്ങനെ ഒരു കൃത്യമായ ഒരു അച്ചുതണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് കൃത്യമായി തന്നെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും കണ്ണൂർ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് നിലവിലുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ നിലവിലുള്ള പ്രതിസന്ധികളും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പ്രദീപ്, അനു. ശരി, അരുണിലേക്കും ടീമിലേക്കും തിരികെ എത്താം. ഇനി ഒരു കാര്യം കൂടിയാണ് അരുണും ടീമും അന്വേഷിക്കേണ്ടത്. ഈ പറയുന്ന SP സുജിത് ദാസ് അല്ലേ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നിലെ യഥാർത്ഥ സംഗതി എന്താണ്? അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ PV അൻവർ പുറത്തുവിട്ടത് എന്തിനാണ്? PV അൻവർ ADGP അജിത് കുമാറിനെ ലക്ഷ്യം വച്ചത് എന്തിനാണ്? സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചോരുന്ന ഇക്കാലത്ത് ഇത് അധികം ഒളിച്ചു വെക്കാനാവില്ല. കരിപ്പൂരിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ഇതിന് ബന്ധമുണ്ടോ? സുജിത് ദാസ് എന്നുള്ള ഉദ്യോഗസ്ഥനെ തുടർച്ചയായി അവിടെ പോസ്റ്റ് ചെയ്തിരുന്നതിന് പിന്നിൽ ആരാണ്? സുജിത് ദാസും ADGP അജിത് കുമാറുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ധാരണ പിശകുണ്ടായതുകൊണ്ടാണോ PV അൻവർ ADGPക്കെതിരെ തിരിഞ്ഞത്? ഇനിയും പുറത്തു വരാത്ത കാര്യങ്ങൾ സംസ്ഥാന പോലീസ് സംഘം അന്വേഷിച്ചാൽ പുറത്തു വരുമോ? അതോ ഇത് വീണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുമോ? CBI അന്വേഷണം വേണമെന്ന് ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. CBI അന്വേഷിക്കേണ്ടത് എന്താണ്? CBI ആണോ അന്വേഷിക്കേണ്ടത്? NIA കസ്റ്റംസിന്റെ സഹകരണത്തോടു കൂടി അന്വേഷിക്കണമോ? ഇത് എന്താ പറയുന്ന ഇതിന്റെ ഒരു അറ്റം മാത്രമാണ്, മഞ്ഞുമലയുടെ അറ്റം മാത്രം. മാത്രമല്ല ഈ 3 പേരുകളും ഒരുപക്ഷെ കോമൺ ലിങ്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്ത് വാർത്ത ഉണ്ടെന്ന് തിരഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും. യെസ്, അപ്പോൾ ആ കോമൺ ഫാക്ടർ തേടി പോകാൻ നമ്മുടെ എല്ലാ ലേഖകന്മാരോടും പറയുക. അത് കോഴിക്കോടും അന്വേഷിക്കണം, കൊച്ചിയിലും അന്വേഷിക്കണം, തിരുവനന്തപുരത്ത് രാജീവിന്റെ നേതൃത്വത്തിലും കൊച്ചിയിലെ ബീനാറാണിയുടെ നേതൃത്വത്തിലും ഈ അന്വേഷണം നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം.